1975 ഡൽഹിയിൽ PNA ഓഫീസ് തുറന്നു. യാസർ അറഫാത്ത് ഇവിടെ വന്നു, പലവട്ടം സന്ദർശിച്ചു. നമ്മുടെ അന്നത്തെ പ്രധാനമന്ത്രി IK ഗുജറാളിന്റെ കൂടെ അദ്ദേഹം പ്രസംഗിച്ചു. ജാമ്യയിൽ ചരിത്രം പരിശോധിച്ചു നോക്കുക. ആ ഒരു നല്ല ബന്ധമുണ്ടായി. ഈ അഹമ്മദ് സാഹിബിന്റെ കൂടെ പലസ്തീനിൽ സഹായം അവിടെ സഹായം കൊടുക്കുന്ന രംഗം പത്രത്തിലുണ്ടായിരുന്നു. ആ നല്ല ബന്ധം ഇന്ത്യ സൂക്ഷിച്ചു. മറ്റു നാട്ടുകളിൽ നിന്നുകൊണ്ട് ഇന്നത്തെ ഈ അക്രമത്തിനെതിരെ ജനമനസ്സാലോചനയോടും ചെയ്യുന്ന പ്രവർത്തനം അപകടകരമാണ്. ഒന്നുകൂടി പറയട്ടെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം, ഒട്ടോമൻ സാമ്രാജ്യം എന്ന് പറയുന്ന വലിയ സാമ്രാജ്യം അന്ന് ജർമ്മനിക്കൊപ്പം നിന്നുകൊണ്ട് 1914 മഹായുദ്ധത്തിൽ ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തിയപ്പോ ആ ചെറുത്തുനിൽപ്പിൽ ഒട്ടോമൻ സാമ്രാജ്യം എന്ന് പറയുന്ന മുസ്ലിം സമൂഹത്തിന്റെ ഏറ്റവും വലിയ രാജ്യം, വിശാലമായ രാജ്യമായിരുന്നു. ആ വിശാലമായ രാജ്യത്തിന്റെ വലുപ്പം 52 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആയിരുന്നു. 1299 മുതൽ 1922 വരെ 623 കൊല്ലം ഒട്ടോമൻ സാമ്രാജ്യം നമ്മുടെ കയ്യില്ല. അവരാ ജർമ്മനിക്കൊപ്പം നിന്നത്. ആ വിശാലമായ ആ നിൽപ്പിൽ ജർമ്മനിയെ കുറിപ്പിക്കാൻ ഈ ഒട്ടോമൻ നമ്മുടെ രാജ്യങ്ങളുടെ ചുറ്റുവട്ടത്തിലെ പ്രദേശങ്ങൾ മുഴുവൻ നോക്കുന്നത് 22,000 ചതുരശ്ര കിലോമീറ്റർ വലിയ രാജ്യമാണ്. അതിന്റെ തൊട്ടപ്പുറത്ത് കിടന്ന് കിടക്കുന്ന ജോർഡാൻ. ഈ രാജ്യങ്ങളൊക്കെ എന്നിട്ട് പറയും ഇല്ല ും വിശ്വാസികൾക്ക് അന്തിമ വിജയമുണ്ടാകും. അവിശ്വാസികൾ ഈ സമൂഹത്തെ അപകടകരമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു. അതേസമയം എഡ്വേർഡ് രാജാവ് ഇംഗ്ലണ്ടിൽ ഈ ജൂതന്മാരെ ആട്ടിപ്പുറത്താക്കിയ ഒരു കാലം ഉണ്ടായിരുന്നു. അതിന് നേതൃത്വം കൊടുത്തത് എഡ്വേർഡ് രാജാവും അദ്ദേഹത്തിന്റെ ഭരണകൂടവുമാണ്. അന്നൊക്കെ ഇവർക്ക് മനുഷ്യത്വം കൊടുക്കുന്ന ശേഷം മുസ്ലിം സ്പെയിനിൽ അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും. അവരോട് മാന്യമായി പെരുമാറിയിരിക്കുക. ഇന്ന് നമുക്കെതിരെ സമരം ചെയ്ത ജൂതന്മാരുടെ അവസ്ഥ നിങ്ങൾക്ക് പരിശുദ്ധ ഖുർആൻ സാക്ഷി. അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം പഠിക്കുമ്പോൾ കാണാൻ കഴിയും. മുസ്ലിങ്ങൾ മുഴുവനുമായി സന്ധിയിൽ ഏർപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന കാലത്ത് മദീനത്ത് ഒരുപാട് ജൂത കുട്ടികൾ ഇസ്ലാമിലേക്ക് വന്നു. ധാരാളം